ഹലോ ആൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് തെരേസ് മാത്യു. സോ ആലപ്പുഴ വെച്ച് നമ്മുടെ സോണൽസ് നടക്കുവാണ് ആൻഡ് എനിക്ക് സ്കിറ്റ് ഉണ്ട്, അതിന് വേണ്ടി പോകണം. ഇന്ന് 28th ആണ്. 28th ഏകദേശം ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പം 4:50 ഇവിടുന്ന് ട്രെയിൻ ഉള്ളത്. അപ്പം ആ ട്രെയിനിൽ പോയി ആലപ്പുഴയിലെത്തണം. സോ എനിക്കാണെങ്കിൽ സ്കിറ്റ് ഉണ്ട്. എൻ്റെ പ്രോഗ്രാം ഒരു 3 മണിക്കാണ്. നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പ്രാക്ടീസൊക്കെ ചെയ്യണം. സോ ഗെറ്റ് റെഡി. സോ ആക്ച്വലി ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് താഴെ എത്തണം. ഇവിടെ എത്തിയിട്ട് വല്ല ഊബറും ഉണ്ടോ നോക്കണം. ഊബർ ബുക്ക് ചെയ്യണം. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു 2 മിനിറ്റ്സിനുള്ളിൽ എത്തും. ഇനി ഇവിടുന്ന് ദിബാലി ഉണ്ട്, പിന്നെ MHന്ന് 2 പേരും കൂടെ കയറാനുണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വെളുപ്പിന് 4:50 കേട്ടോ ഞങ്ങൾ ട്രെയിൻ. പിന്നെ ട്രെയിനിൽ കയറി കുറച്ച് സംസാരിച്ചു, കുറച്ച് നേരം ഉറങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 7:30 7:45 ഞങ്ങൾ സ്റ്റേഷനിലെത്തി. അമ്പലപ്പുഴ സ്റ്റോപ്പില്ലായിരുന്നു, പക്ഷെ എന്തോ ഭാഗ്യത്തിന് അമ്പലപ്പുഴയിൽ പിടിച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ തന്നെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ അമ്പലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ആകെ 10 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ TDMCയിലേക്ക്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം നടന്ന് നേരെ ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലെത്തി. അവിടുന്ന് പിന്നെ ഒരു ഓട്ടോ വരെ ഞങ്ങൾ 5-6 പേര് കൂടി TDMCയിലേക്ക് പോയി. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലെത്തി. രാവിലെ ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോളേജിൽ തന്നെ ക്യാൻറ്റീനിൽ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞാൻ പൂരിയും വെജിറ്റബിൾ കറിയും ഓർഡർ ചെയ്തത്. പിന്നെ ചിലർ അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. മെഡിക്കൽ കോളേജിലെത്തി. ഇപ്പം ഞാൻ അവിടുത്തെ ഗ്രീൻ റൂമിലിരിക്കുക. കുറച്ച് കഴിയുമ്പം പ്രോഗ്രാംസൊക്കെ കാണാം. ഇപ്പം നിങ്ങൾ കാണുന്നത് അവരുടെ ഹോസ്റ്റലാട്ടോ. ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ക്യാമ്പസ്. ഇപ്പോൾ ഗ്രീൻ റൂമിൽ നിന്ന് ഞാൻ നേരെ പോയത് ഞങ്ങളുടെ എലക്യൂഷൻസ് ഒക്കെ നടക്കുന്ന അവിടേക്കായിരുന്നു. അപ്പോൾ എലക്യൂഷൻ കാണാമെന്ന് വിചാരിച്ച് പോയതാണ്. ഞാൻ ചെന്ന സമയത്ത് എലക്യൂഷൻസ് ഒന്നും സ്റ്റാർട്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കണ്ടിട്ട് പോവാണ്. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സ്കിറ്റിൻ്റെ പ്രാക്ടീസിന് വേണ്ടി വിളിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഗ്രീൻ റൂമിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ കോളേജിലെ ഡ്രാമയുടെ പ്രാക്ടീസാണ്. ശരിക്കും പ്രാക്ടീസ് അവിടെ വെച്ചിട്ടല്ലായിരുന്നു കേട്ടോ. ആലപ്പുഴയിൽ തന്നെയുള്ളൊരു PT മാഷിൻ്റെ എന്തോ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ കാറിൽ നേരെ ആ മാഷിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല. അവൻ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിലേക്ക് പോയി. ഞങ്ങളുടെ കറക്റ്റ് തുടങ്ങാനായപ്പോൾ തന്നെ കേട്ടോ പോയത്. എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുകയും ചെയ്ത കേസിലെ തുടർവാദം ഉച്ചഭക്ഷണ ഇടവേളയ്ക്ക് ശേഷം തുടരുന്നതായിരിക്കും.
സോ നമ്മുടെ കോളേജിലെ ഡ്രാമ കഴിഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷയില്ല, വിഷയ സാധനമായിരുന്നു. ഇനിയിപ്പം അതിനകത്തുള്ള കുറച്ച് പേരും കൂടെ നമ്മൾ സ്കിറ്റിനുണ്ട്. ഇനി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം സ്കിറ്റിനെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ റെഡി ആവണം. 3 മണിക്കെന്നാ പറഞ്ഞ, പക്ഷേ 3 മണിക്ക് തുടങ്ങും തോന്നില്ല. ഇപ്പം തന്നെ ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഞാൻ ഡ്രാമയുടെ ഫുൾ പോർഷൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ എന്ത് വെയിലാണെന്നറിയാവോ. കുറച്ച് ദൂരമൊക്കെ നമ്മൾ നടന്നിട്ട് ഇപ്പം ഇവിടെ വൈറ്റ് ഫുഡോ അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം. ഞങ്ങൾ 3 പേരും അന്ന് അവിടെ നിന്ന് കേട്ടോ ഫുഡ് കഴിച്ചാൽ വൈറ്റ് ഫുഡിൽ നിന്ന്. ഞാൻ ഒരു ബീഫ് ബിരിയാണി, പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചു. അപ്പോൾ ഗ്രീൻ റൂമിൽ ചെന്ന ഉടനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്തു. എങ്ങനെയുണ്ട് ഇതാ ഭക്ഷണമൊക്കെ കഴിഞ്ഞായിരുന്നു. ബാക്കിയുണ്ട് പൊതിച്ചോറാക്കി അപ്പോഴത്തെ ചെല്ലാശ്രീ കൊടുക്കാന്നേ. അതെ അതെ, തലച്ചോറില്ലെങ്കിലും പൊതിച്ചോറ് വേണമെന്നാണ്. നിന്റെ കലാവന്റെ അപ്പച്ചി എന്നതാ വരുന്നത്. ഇവരുടെ അഹങ്കാരം. വെള്ളപ്പൊക്ക സമയത്ത് ബോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നിറ വരെ നോക്കിയായിരുന്നല്ലോ. എങ്ങനെ ചിലപ്പോ നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും. എന്റെ മോൾ ഹരിക്കൂല, എന്റെ മോൾ ഹരിക്കൂല. നമ്മുടെ മോളിന് ഇല്ലെന്നവര് പറയുന്നത്. ഡ്യൂട്ടിക്കിടെ ഒരു കൂട്ടം ആൾക്കാർ അവളെ ആക്രമിച്ച് ഇല്ലാണ്ടാക്കിയെന്ന്. ചിലപ്പോ അവർക്ക് ആള് മാറിപ്പോയതായിരിക്കും. നമ്മുടെ മോളായിരിക്കൂല, നമ്മുടെ മോളായിരിക്കൂല. അയ്യോ ഇതെന്ത് പറ്റി? നമ്മുടെ മോളെ ആരൊക്കെയോ ചേർന്ന് നോക്കിക്കാതെ ആംബുലൻസ് വിളിച്ചിട്ടാണോ? അതെങ്ങനെയാ? ഗസ്റ്റിന്റെ വണ്ടി അടക്കുന്നതുകൊണ്ട് ആംബുലൻസ് ഇങ്ങോട്ട് വരുമോ? കേടാ എന്നാ പൊക്കിക്കൊണ്ട് പോവാങ്ങനെ. മുഖ്യമന്ത്രിയുടെ വീട്ടില് പശു പ്രസവിച്ചെന്ന് കേട്ട നമുക്ക് അതുമായിട്ട് സ്കിറ്റ് കഴിഞ്ഞതാ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. കണ്ടോ സ്കിറ്റിന്റെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ. നെക്സ്റ്റ് കസ്റ്റമർ 106. കണ്ടോ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സ്കിറ്റ് കാണാൻ വരാണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ വന്നേക്കുന്നതാണ്. നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. ഓക്കെ,
അവിടെ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. രാത്രി അത് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ കുറേ ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന ഫുഡ് സ്റ്റോളിലാണെങ്കിൽ കല്ലുമ്മക്കായും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങളങ്ങനെ അധികമൊന്നും വാങ്ങിച്ച് കഴിച്ചൊന്നുമില്ല. പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചു. ആ വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടിലിടാം. അപ്പം പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ തന്നെയുള്ള വേറൊരു ഫുഡ് സ്റ്റോളിലാണ് കയറിയത്. അവിടെ ഞങ്ങൾ പൊറോട്ടയും ബീഫും കഴിച്ചത്. ഇവിടെ കോളേജിൽ തന്നെയുള്ള ഒരു ഫുഡ് സ്പോട്ടിൽ ഞങ്ങൾ പൊറോട്ടയും കറിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ റൂമിൽ വന്നിട്ട് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്തായിട്ട് മാളവിക ചേച്ചിയുടെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുവാണെങ്കിൽ അവിടെ നിന്ന് വണ്ടി കയറാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് കരുവാറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. അപ്പോൾ അതിനിടയിൽ ഭയങ്കര ഒരു കോമഡി ഉണ്ടായി. ഞങ്ങൾ ആദ്യം ഒരു ബസ്സിൽ കയറി, പക്ഷേ ആ ബസ് അവിടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ഞാൻ ഇറങ്ങിയത് ഒരു ചെളിയിലേക്ക് അങ്ങ് അമർന്നു പോയി എൻ്റെ കാല്. പിന്നെ ഒരു ഷൂ ഇട്ടതുപോലെ എൻ്റെ കാല് ഫുൾ ചെളിയായി. ആ ചെളിയായിട്ടാട്ടോ പോയത്. അപ്പോൾ ഇവർ ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എൻ്റെ കാലിൽ ചെളി കണ്ടിട്ടാണ് അവർ ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തെത്തിയത് കരുവാറ്റ ആശ്രമം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഞങ്ങൾ എത്തിയിട്ട് അവിടെ നിന്ന് മാൾച്ചീസിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോയി. അവിടെ എത്തിയ ഉടനെ തന്നെ ഞാൻ എൻ്റെ കാലിലുണ്ടായിരുന്ന ആ ഷൂ അങ്ങ് കഴുകി കളഞ്ഞു. എടി എനിക്കുള്ള വെള്ളം മറക്കല്ലേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് നന്ദന അഭിഷേക് ഒപ്പനയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെ മാളച്ചേച്ചിൻ്റെ വീട്ടിൽ നിന്നിട്ട് അവർക്ക് കിട്ടിയ വളയൊക്കെ ഇട്ട് നോക്കലായിരുന്നു, ഒപ്പനേൻ്റെ കോസ്റ്റ്യൂംസൊക്കെ. അവർ മാത്രമല്ല, ബാക്കിയുള്ള ഒപ്പനയുടെ ടീം മെമ്പേഴ്സൊക്കെ അവിടെ തന്നെയായിരുന്നു താമസിച്ചത്. പിന്നെ ഞാനവർക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ, അതായത് നമ്മുടെ ഒപ്പനേൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത പാർട്ടിലിടാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. പിന്നെ റീലൊക്കെ കണ്ട് ഞങ്ങൾ രാത്രി കിടന്നു. അപ്പം പാർട്ട് 2 എന്തായാലും എല്ലാവരും കാണണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.